അങ്ങനെ കർക്കിടകം അങ്ങോട്ട് കഴിഞ്ഞു അല്ലേ. ഒരു മാസം പോയ പോക്കേ. ഇപ്രാവശ്യത്തെ കർക്കിടകം വെച്ചെങ്കിൽ മുഴുവൻ മഴയായിട്ട് അങ്ങോട്ട് തീർന്നു അല്ലേ. എന്തായാലും അമ്മമ്മ ഇപ്രാവശ്യവും മുഴുവൻ ദിവസവും ശീബോധി വെക്കലുണ്ടായിട്ടോ. ആദ്യം കുറച്ച് മടിയൊക്കെ പറഞ്ഞെങ്കിൽ കൂടി മുഴുവൻ ദിവസവും നമ്മളെ വീട്ടിൽ ശീബോധി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ മഴക്കാലത്ത് ശരിക്കും ഈ 10 കണ്ടുപിടിച്ച് ദിവസേന ഇത് മറക്കാതെ വെക്കുക, ശീബോധിക്ക് വെക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേട്ടോ. അമ്മമ്മയ്ക്ക് പക്ഷെ ഒന്ന് തുടങ്ങി കൊടുക്കാനുള്ളൊരു ഇതേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് തുടങ്ങി കൊടുത്താൽ മതി, ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ പിന്നെ ബാക്കി എല്ലാം അമ്മമ്മേനെ നോക്കിക്കോളും. അങ്ങനെ എന്തായാലും ഒരു മാസം അതങ്ങനെ നടന്നു. പാറൂനാണെങ്കിൽ സഹോദയ ചെസ് കോമ്പറ്റീഷൻ ആയിരുന്നു കേട്ടോ. അപ്പൊ രാവിലെ പോയിട്ട് വന്നത് തിരിച്ചെത്തിയത് രാത്രിയായിട്ടായിരുന്നു. ചെറുതായിട്ട് ഞങ്ങൾ പോകുന്നത് അമ്പലത്തിലേക്കാണ്. അമ്പലത്തിൽ ഭഗവതി സേവ ഉണ്ട്. അപ്പോൾ എല്ലാ കർക്കിടക മാസം 31-ാം തീയതി ഇതുപോലെ ഉണ്ടാവാറുള്ളതാണ്. ഞാൻ നമ്മളുടെ വീഡിയോയിൽ കാണിക്കാറുള്ളതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഭഗവതി സേവയ്ക്ക് നമ്മൾ തൊഴാൻ വേണ്ടി പോയതാണ് കേട്ടോ. ഭഗവതി സേവയുടെ അന്ന് തന്നെ എല്ലാ വർഷവും നമ്മളുടെ ടീമിൻ്റെ വക തിരുവാതിര ഉണ്ടാവാറുണ്ട് കേട്ടോ അമ്പലത്തിൽ. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് അതിൻ്റെ പ്രാക്ടീസിന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാനൊന്ന് വീണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു പെയിനൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് കരുതി ഇപ്രാവശ്യത്തെ പ്രാക്ടീസിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഈ ഒരു തിരുവാതിരയ്ക്ക് ഞാനില്ല കേട്ടോ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. അവിടെ ഇരുന്ന് നമ്മൾ എല്ലാവരും കൂടി ലളിതാ സഹസ്രനാമം ചൊല്ലാറുള്ളത് പതിവാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അവിടുന്ന് പ്രസാദം കിട്ടി. പ്രസാദം ഇതാ നല്ല ഭംഗിയുള്ള ഇങ്ങനെ നല്ല കളറുള്ള സിന്ദൂരും പ്രസാദവും ഒക്കെ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ പായസവും അവിടുന്ന് നമുക്ക് പ്രസാദമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കഠിന പായസമാണ്. നമ്മളത് മുന്നേ കൂട്ടി ബുക്ക് ചെയ്യുന്നതാണ്. അങ്ങനെ എന്തായാലും നമ്മളിതാ എല്ലാം ഭഗവത് സേവ ഒക്കെ കഴിഞ്ഞ് ഇതാ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കേട്ടോ നല്ല പോലെ ഇരുട്ടായിട്ടുണ്ട്. ഈ എണ്ണ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നത് തന്നെയാണ് കേട്ടോ. ഇത് നമ്മുടെ നെറുകയിൽ പുരട്ടുന്നത് വളരെ നല്ലതാണ്. എന്തായാലും വീട്ടിലെത്തി നമ്മൾ പായസമൊക്കെ കഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പായസമായിരുന്നു. അങ്ങനെ കർക്കിടകം 31 കഴിഞ്ഞു, ചിങ്ങമാസെത്തി.